ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ഒരു മീൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അയല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് മീൻ കറി ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോയാലോ. വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി മീൻ കറികളുണ്ടല്ലോ. അപ്പം ഞാനിന്ന് മുളക് ഇട്ടിട്ട് നല്ല കോട്ടയം സ്റ്റൈലിലെ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല മൂത്തതിന് ശേഷം നമുക്ക് കടുകിടാം. കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്നും കൂടി പൊട്ടിത്തുടങ്ങുമ്പോൾ നല്ലൊരു കൈ നിറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്ത് നല്ല പോലെ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ചെറിയുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. അതും ഇതേപോലെ തന്നെ നല്ല പോലെ പച്ചമണം മാറുന്നിടം വരെ നല്ല വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം ഇത് ഇപ്പം നല്ല ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഉള്ളി പെട്ടെന്ന് വഴലുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പം നമുക്കതിൻ്റെ കൂടെ സ്ലൈസ്ഡ് ആയിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചാൽ മതി, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം. അപ്പോൾ നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ പൊടികൾ ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം. കാരണം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് ആ മീൻ കറിയും കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിനൊരു കാര്യം ചെയ്താൽ മതി, നമ്മൾ കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പം നോക്കി നോക്കൂ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല പോലെ ചാറ് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുടംപുളി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ചാറ് പോരല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചെറിയൊരു ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. തണുത്ത വെള്ളം ചേർത്ത് കഴിയുമ്പോൾ പച്ച ചുവ വരും കറിക്ക്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം തീ നല്ല ഫുള്ളിൽ വെച്ചിട്ട് പിന്നെ നല്ല തിള വരുന്നിടം വരെ ഫുള്ളിൽ വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇനി ഇതിൻ്റെ തിള വരുന്നതിനനുസരിച്ച് നമുക്ക് മീനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ അയല മീനാണുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാ അയല മീനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മീൻ ഫുള്ള് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ തവിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ ചെറു തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അയലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് അവരവരുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരു 7-8 മിനിറ്റിനുള്ളിൽ മീൻ വെന്ത് കിട്ടും.
ഇതിന് ശേഷം നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറച്ച് തൂവി കൊടുക്കണമെങ്കിൽ വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. ഉലുവപ്പൊടി ചേർക്കണമെങ്കിൽ ഉലുവപ്പൊടി ഇത്തിരി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഉലുവ ചേർത്തുകൊണ്ട് ഞാൻ ഉലുവപ്പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എൻ്റെ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോഴല്ലേ എനിക്ക് ഒന്നും കൂടി നല്ല നല്ല റെസിപ്പി ഇടാനുള്ള ഒരു പ്രോത്സാഹനം കിട്ടുള്ളൂ. താങ്ക് യു ഫോർ